ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്നോണം അഗ്നി അവളെ തന്നെ നോക്കി നിന്നു. ക്യാബിലെ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിവേക് അകത്തേക്ക് വന്നത്. ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ തുടക്കം മുതലുള്ള ബിസിനസ് റിപ്പോർട്ടുകൾ അടങ്ങിയ ഫയൽ അവൻ്റെ കൈവശമുണ്ടായിരുന്നു. അഗ്നി, ഇതാ നീ ചോദിച്ച റിപ്പോർട്ടുകൾ. ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ ഓരോ നീക്കവും ഇതിലുണ്ട്, വിവേക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ വിവേകിനെ കണ്ടതും അഗ്നിയുടെ ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറി. അഞ്ജലിയും വിവേകും തമ്മിലുള്ള ആ സ്വകാര്യ നിമിഷം കണ്ടതിനാണ് അവൾ മാളവികയെ ഉപദ്രവിച്ചത് എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ കനലായി കത്തി. മാളവികയുടെ കയ്യിലെ ആ ചുവന്ന പാടുകൾ അവൻ്റെ കൺമുന്നിൽ മിന്നിമറിഞ്ഞു. ഫയൽ മേശപ്പുറത്ത് വെച്ച് വിവേക് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അഗ്നിയുടെ മുഖത്തെ ഭാവമാറ്റം അവൻ ശ്രദ്ധിച്ചില്ല. മാളവിക വിവേകിനെ നോക്കാൻ ഭയപ്പെട്ട് തല താഴ്ത്തി നിന്നു. അഗ്നി ആ ഫയൽ നിന്ന് തൊട്ടു. എന്നിട്ട് സാവധാനം വിവേകിൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. ആ നോട്ടത്തിൽ ഒരു വേട്ടക്കാരൻ്റെ ജാഗ്രതയുണ്ടായിരുന്നു. കണിമംഗലം ഗ്രൂപ്പിൻ്റെ ഓഫീസ് മുറിയിൽ അന്ന് പതിവിലും കവിഞ്ഞ അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. തൻ്റെ വിശ്വസ്തനായ മാനേജർ വിവേക് കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ അഗ്നി ഓരോന്നായി മറിച്ചു നോക്കി. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ തൃപ്തിയുടെ ഒരു നിഴൽ പോലും അപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതാണോ നീ തയ്യാറാക്കിയ റിപ്പോർട്ട്? ഇതിൽ പകുതിയും അബദ്ധങ്ങളാണ്. വിവേക്, പോയി ഇതൊന്നുകൂടി ശരിയാക്കി കൊണ്ടുവരൂ. അഗ്നിയുടെ ശബ്ദം ഒരു കൽപ്പനയായിരുന്നു. വിവേക് പകച്ചുപോയി. വർഷങ്ങളായി താൻ ചെയ്യുന്ന ജോലിയാണിത്. എവിടെയാണ് തെറ്റിയതെന്ന് അവന് മനസ്സിലായില്ല. അവൻ വീണ്ടും പോയി മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് റിപ്പോർട്ടുകൾ പരിഷ്കരിച്ചു. എന്നാൽ രണ്ടാമതും മൂന്നാമതും അഗ്നി അത് തള്ളിക്കളഞ്ഞു. ഓരോ തവണയും ഓരോ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അഗ്നി അവനെ തിരിച്ചയച്ചു കൊണ്ടേയിരുന്നു. അഞ്ചാം തവണയും റിപ്പോർട്ടുമായി വിവേക് ക്യാബിനിലേക്ക് കയറിയപ്പോൾ അവിടെ മാളവിക നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈത്തണ്ടിയിലെ ആ ചുവന്ന പാടുകൾ കണ്ടപ്പോഴാണ് വിവേകിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞത്. അഗ്നിയുടെ ദേഷ്യം ഒരു ബിസിനസ് റിപ്പോർട്ടിൻ്റെ പിഴവുകൾ കൊണ്ടല്ല, മറിച്ച് താനും അഞ്ജലിയും തമ്മിലുള്ള ആ സ്വകാര്യ നിമിഷം മാളിക വഴി അഗ്നി അറിഞ്ഞതുകൊണ്ടാണ് അവൻ തിരിച്ചറിഞ്ഞു. അഗ്നിയുടെ മുഖത്തെ ആ വേട്ടക്കാരൻ്റെ ഭാവം അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. തൻ്റെ ഓരോ നീക്കവും അഗ്നി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് വിവേക് പതുക്കെ മാളവികയുടെ അടുത്തേക്ക് നടന്നു. അഗ്നിയുടെ കത്തുന്ന കണ്ണുകളെ സാക്ഷിയാക്കി അവൻ മാളവികയോടായി പറഞ്ഞു. മാളവിക, ഐ ആം സോറി. അന്ന് അവിടെ വെച്ച് കണ്ട കാര്യങ്ങളും ഉണ്ടായ പ്രശ്നങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. വിവേകിൻ്റെ ആ തുറന്നു പറച്ചിൽ കേട്ടതും അഗ്നിയുടെ മുഖത്ത് കാഠിന്യം പതുക്കെ അലിഞ്ഞുപോയി. തൻ്റെ സുഹൃത്തും മാനേജറും തെറ്റു ഏറ്റു പറഞ്ഞതോടെ അഗ്നിയുടെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങി. അവൻ ആ ഫയൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. ക്യാബിന് പുറത്ത് മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുകയായിരുന്നു ആ നിമിഷം അഞ്ജലി. വിവേക് മാളവികയോട് മാപ്പ് ചോദിച്ചത് അവൾക്ക് സഹിക്കാനായില്ല. മാളവികയുടെ മുന്നിൽ വിവേക് തല കുനിക്കേണ്ടി വന്നത് അവളിൽ വലിയ ആഘാതമുണ്ടാക്കി. എൻ്റെ വിവേകിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചല്ലേ നീ? ഇതിന് നീ അനുഭവിക്കും മാളവിക. അഞ്ജലി പല്ലു കടിച്ചു. അവളുടെ ഉള്ളിൽ കടുത്ത ദേഷ്യവും അസൂയവും പുകഞ്ഞു. അഗ്നിയുടെ കണ്ണിൽ മാളവിക ഒരു ചതിയോ കുറ്റക്കാരിയായി ചിത്രീകരിച്ച് അവളെ ഈ ഓഫീസിൽ നിന്നും അഗ്നിയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കാനുള്ള ഒരു ചതിക്കുഴി അവൾ മനസ്സിലൊരുക്കി. അഗ്നി തന്നെ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന ആ ദിവസം ദൂരെയല്ല, അഞ്ജലി മനസ്സിലുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി ഓഫീസിൽ വിജനത തളം കെട്ടി നിന്നു. ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഫയലുകൾ ഇരിക്കുന്ന ആ സേഫ് റൂമിലേക്ക് അഞ്ജലി പതുങ്ങി ചെന്നു. മാളവികയുടെ സെക്യൂരിറ്റി ഗാർഡ് അവൾ നേരത്തെ തന്നെ കൈക്കലാക്കിയിരുന്നു. വിവേകിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച മാളവികയോടുള്ള പക അവളുടെ ഉള്ളിൽ കനലായി എരിയുന്നുണ്ടായിരുന്നു. ഡിജിറ്റൽ ലോക്ക് തുറന്ന് അഞ്ജലി അകത്തേക്കു കയറി. ആ ചുവന്ന പുറംചട്ടയുള്ള ഫയൽ പുറത്തെടുത്തു. അതിനുള്ളിലെ വിലപ്പെട്ട രേഖകൾ മാറ്റി പകരം വെറും പായ് പേപ്പറുകൾ തിരുകി വെച്ചു. നാളെ രാവിലെ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ മുന്നിൽ വച്ച് അഗ്നി നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും മാളവിക. നീ അനുഭവിക്കുക. ഒരു ക്രൂരമായ ചിരിയോടെ അഞ്ജലി ഇരുട്ടിലേക്ക് മറഞ്ഞു. ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ ആ നടുക്കം പിറ്റേന്ന് 9 മണി അഗ്നിയുടെ കാർ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ ആ സ്ഥാനത്ത് വന്ന് നിന്നു. അഗ്നിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന നിലയിൽ മാളവികയും ആ ഫയലുമായി കൂടെയുണ്ട്. കോൺഫറൻസ് ഹാളിലെ പ്രമുഖ ബിസിനസ് പങ്കാളിയും മാനേജറും നിരന്നിരുന്നു അവിടെ. അഗ്നി ഗൗരവത്തോടെ എഴുന്നേറ്റു. മാളവിക, ആ പ്രോജക്റ്റ് ഫയൽ ഇങ്ങോട്ട് തരൂ. മാളവിക ആത്മവിശ്വാസത്തോടെ ഫയൽ നീട്ടി. അഗ്നി അത് തുറന്നതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. പ്രോജക്റ്റുകൾ മറിക്കുന്തോറും അയാളുടെ കണ്ണുകളിൽ ദേഷ്യം ആളിപ്പടർന്നു. ഇതാണോ പ്രോജക്റ്റ് റിപ്പോർട്ട് മാളവിക? അഗ്നി ആ ഫയൽ ടേബിളിലേക്ക് ആഞ്ഞെറിഞ്ഞു.
മാളവിക ഞെട്ടിപ്പോയി. അവൾ വേഗം ഫയൽ എടുത്തു നോക്കി. അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അകത്ത് വെറും ബ്ലാങ്ക് പേപ്പറുകളും ചില കണക്ക് പുസ്തകത്തിൽ കീറിയ താളുകളും മാത്രം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനേജർ പുച്ഛത്തോടെ ചിരിച്ചു. അഗ്നി, നിന്റെ അസിസ്റ്റന്റ് ഇതാണോ നൽകാനുള്ളത്? ഇതിനാണോ എൻ്റെ സമയം പാഴാക്കി ഞാൻ ഇത്രയും ദൂരം വന്നത്? ഇത് ഞങ്ങളെ അപമാനിക്കുകയാണല്ലോ, മാനേജർ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു. അഗ്നി മാളവികയുടെ നേരെ തിരിഞ്ഞു. എന്താണിത് മാളവിക? നീ എന്തിനാ ഇവരുടെ മുന്നിൽ വീണ്ടും എന്നെ നാണം കെടുത്തുന്നത്? മാളവികയുടെ കണ്ണുകൾ നിറഞ്ഞു. സർ, എനിക്കറിയില്ല എന്താണ് പറ്റിയത്. ഞാൻ ഇന്നലെ രാത്രി കൃത്യമായി ഇതെല്ലാം ചെക്ക് ചെയ്ത് സേഫ് റൂമിൽ വെച്ചതാണ്. എൻ്റെ കാർഡില്ലാതെ ആർക്കും അത് തുറക്കാനും കഴിയില്ല. പക്ഷേ ഇതിൽ ഉള്ളതെല്ലാം മാറിയിരിക്കുന്നു. ഫയലാണെങ്കിൽ ഇതൊന്നുമല്ല താനും. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ തുടർന്നു. ഞാൻ തയ്യാറാക്കിയ കാര്യങ്ങൾ എനിക്ക് കാണാതെ അറിയാം സർ. വേണമെങ്കിൽ ഈ ഫയലില്ലാതെ ഞാൻ തന്നെ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഈ ഫയൽ എങ്ങനെ മാറിയെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. മാളവികയുടെ വാക്കുകളിലെ സത്യസന്ധത അഗ്നി ചിന്തിപ്പിച്ചു. അവളുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അവന് എന്തോ പന്തികേട് തോന്നി. ഓക്കെ, നമുക്ക് നോക്കാം. നീ ഇവിടെ ഇരിക്ക്, അഗ്നി ഗൗരവത്തിൽ പറഞ്ഞു. അവൻ ഉടനെ തൻ്റെ ലാപ്ടോപ്പിൽ ഓഫീസിലെ സേഫ് റൂമിലെ CCTV ദൃശ്യങ്ങൾ ലൈവായി എടുത്തു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിന്നു. അവിടെ പാതിരാത്രി മാളവികയുടെ കാർഡ് ഉപയോഗിച്ച് സേഫ് റൂം തുറക്കുന്ന ഒരാൾ. മുഖം വ്യക്തമല്ലെങ്കിലും ആ വസ്ത്രധാരണവും പെരുമാറ്റവും കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. അത് അഞ്ജലിയാണ്. മാളവികയെ കൊടുക്കാൻ വേണ്ടി അവൾ ചെയ്ത ഓരോ നീക്കവും ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അഗ്നിയുടെ മുഖം വല്ലാതെ ചുവന്നു. ദേഷ്യം കൊണ്ട് അവൻ്റെ താടിയെല്ലുകൾ വിറച്ചു. അഞ്ജലി! അഗ്നി പല്ലു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മാളവിക ആശ്വാസത്തോടെ സങ്കടത്തോടെയും ആ ദൃശ്യങ്ങൾ നോക്കി നിന്നു. അഗ്നി പതുക്കെ മാളവികയുടെ അടുത്തേക്ക് വന്നു. സോറി മാളവിക, നിന്നെ സംശയിച്ചതിന്. എന്നിട്ട് അവൻ തൻ്റെ ഫോണെടുത്ത് വിവേകിനെ വിളിച്ചു. വിവേക്, അഞ്ജലി എവിടെയാണെങ്കിലും ഉടനെ എൻ്റെ മുന്നിൽ എത്തിക്ക്. അവൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ നല്ലൊരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. അവൾ ഈ കമ്പനിയിൽ ഇനി കാണുകയുമില്ല. അഗ്നിയുടെ പുതിയ പ്ലാൻ എന്താണെന്ന് ആലോചിച്ച് ഓഫീസ് ഒന്നടക്കം ഭയന്നു. പക്ഷെ മാളവികയുടെ ഉള്ളിൽ ഒരു ചെറിയ ആശ്വാസം തോന്നി. അഗ്നി തന്നെ വിശ്വസിച്ചിരിക്കുന്നു. ഓഫീസ് മുറിയിൽ ഒരു നിമിഷം ശ്മശാന മോഹത തങ്ങി നിന്നു. എല്ലാവരും അഗ്നിയുടെ അടുത്ത നീക്കത്തിനെ കാത്തുനിന്നു. അധികം വൈകാതെ വിവേക് തളർന്നു പോയ അഞ്ജലിയും കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് കടന്നു വന്നു. CCTV ദൃശ്യങ്ങൾ തങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ട് അഞ്ജലിയുടെ മുഖം വിളറി വെളുത്തു. അഗ്നി പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. അവനൊട്ടും ദേഷ്യപ്പെട്ടില്ല. മറിച്ച് വളരെ ശാന്തമായി എന്നാൽ ഭയാനകരമായൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അഞ്ജലി, ഇത് വെറും ഒരു ഫയൽ മാത്രം അല്ലല്ലോ. ഇതിനു പിന്നിൽ വേറെയും പലതുമുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ലക്ഷ്യം വെറും നാണം കെടുത്തലായിരുന്നോ, അതോ പ്രോജക്റ്റിലെ വിവരങ്ങൾ ചോർത്തി ആർക്കെങ്കിലും നൽകുന്നതാണോ? അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. അഗ്നി തുടർന്നു. നീ മാളവികയെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഈ ഫയലിലെ ഒറിജിനൽ കോപ്പി എൻ്റെ പേഴ്സണൽ സെർവറിൽ ഞാൻ എൻക്രിപ്റ്റ് ചെയ്തു വച്ചിട്ടുണ്ട്. നീ മാറ്റിയത് വെറും ഡമ്മിയാണ്. അത് കേട്ടതും അഞ്ജലി അഗ്നിയെ ഒന്ന് നോക്കി.